ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ChatGPT കുറിച്ചാണ്. ലോകത്തെ ആകെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സാങ്കേതിക വിപ്ലവം തന്നെയാണ് ഇപ്പോൾ ChatGPT നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് അറിയാനും അതിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഗൈസ്, അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആൻഡ് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിനായി MS പ്രൊമോഷൻസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൂഗിൾ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിലൊരു വലിയ പെർസെൻറ്റേജ് ഗൂഗിളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഡെയിലി ഒരു തവണയെങ്കിലും ഗൂഗിൾ സെർച്ച് ചെയ്യാത്തവരായിട്ട് വളരെ കുറവായിരിക്കും നമ്മളിൽ പലരും. കാരണം എന്ത് ആവശ്യത്തിനും ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ട ഒരവസ്ഥയിലോട്ടാണ് നമ്മളിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഗൂഗിൾ സെർച്ചിന് ഒരുപാട് പോരായ്മകളുണ്ട്. അതായത് നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലിങ്കുകളും ഒരുപാട് ആർട്ടിക്കിൾസും ഒരുപാട് ഇമേജസുമായി ലഭിക്കും. ഇതെല്ലാം ലിങ്കുകളും തുറന്ന് വായിച്ച് ഒരുപാട് ആർട്ടിക്കിൾസും വായിച്ചതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ ഒരുപാട് സമയത്തിന് ശേഷം മാത്രമേ നമുക്കൊരു ഫൈനൽ റിസൾട്ട് ലഭിക്കാറുള്ളൂ. അതുപോലെ തന്നെ ഈ ആർട്ടിക്കിൾസും മറ്റും വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഫോളോ അപ്പിനായിട്ടുള്ള, അതായത് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾക്ക് വീണ്ടും നമ്മൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് ഇതുപോലെ തന്നെ വീണ്ടും ഒരുപാട് ലിങ്കുകളും ആർട്ടിക്കിൾസ് എല്ലാം വന്ന് അതിലും സെർച്ച് ചെയ്ത് ഇത് തന്നെ ഒരു സെയിം അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരുപാട് സമയത്തിന് ശേഷം മാത്രമേ നമുക്കൊരു ഫൈനൽ റിസൾട്ട് ഉള്ളൂ എന്നതുള്ള ഒരു പോരായ്മയാണ് ഗൂഗിളിൽ നിന്നും. എന്നാൽ ഇതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഗൂഗിളിനെ വെല്ലുന്ന ഒരു വലിയ സാങ്കേതിക വിപ്ലവമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ChatGPT. സോ ChatGPT ഓപ്പൺ ചെയ്യുന്നതിനായി നമ്മൾ നേരെ ഗൂഗിളിൽ വരിക, ChatGPT എന്ന് സെർച്ച് ചെയ്യുക. അതുപോലെ ഇവിടെ ഫസ്റ്റ് തന്നെ വരുന്ന ലിങ്കായ OpenAIയുടെ വെബ്സൈറ്റിലേക്ക് കടക്കുക. അതായത് chat.openai.com എന്നുള്ള വെബ്സൈറ്റാണ് ChatGPTയുടെ വെബ്സൈറ്റ്. അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ ChatGPT എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്ത് ഒരുപാട് ഫോളോ അപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കൊരു ഫൈനൽ റിസൾട്ട് ലഭിക്കാറുള്ളൂ. എന്നാൽ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരു ഫ്രണ്ട്സിനോട് നമ്മൾ ഇതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കുകയും നമുക്ക് വളരെ മികച്ച, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു മികച്ച ഫൈനൽ റിസൾട്ട് കിട്ടുകയും ഉണ്ടാകും. അതേ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ ChatGPTയും ഉണ്ടാക്കുന്നത്. ഒരു മനുഷ്യനോട് ചോദിച്ച് ഒരു ഫൈനൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലുള്ള ഒരു മികച്ച, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു മികച്ച റിസൾട്ട് നമുക്ക് തരുന്ന ഒരവസ്ഥയാണ് ഇവിടെ ChatGPTയും നമുക്കൊരുക്കുന്നത്. കാരണം ഫ്രണ്ട്സിനോട് കാര്യങ്ങൾ ചോദിച്ച് തന്നെ റിസൾട്ട് ഉണ്ടാക്കി അതിന് പിന്നെയും എന്തെങ്കിലും ഫോളോ അപ്പ് ചെയ്ത് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ അതേ ഫ്രണ്ട്സിനോട് തന്നെ വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് തന്നെ ഉത്തരം പറയുകയും ചെയ്യും. സെയിം അവസ്ഥയാണ് ഇവിടെ ChatGPTയും. ഇതിൽ ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഫോളോ അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് തുടർന്നുള്ള സെയിം ക്വസ്റ്റ്യൻസുകൾ തന്നെ, ഫോളോ അപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചുകൊണ്ട് നമുക്ക് ഫൈനൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവിടെ നിന്ന് പെട്ടെന്നൊരു മികച്ച ആൻസേഴ്സ് കിട്ടുമെങ്കിലും പലപ്പോഴും ചില ഫ്രണ്ട്സിനൊന്നും കിട്ടാറൊന്നും ഉണ്ടാവില്ല. സോ ആ സമയത്ത് ഇതുപോലൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചവർ വളരെ കുറവായിരിക്കും. ഞാനടക്കം അങ്ങനെയുള്ളവർക്ക് ചിന്തിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. സോ അത്തരത്തിൽ ചിന്തിക്കുന്നവർക്ക് ഇപ്പോൾ അതൊരു പോസിബിളായി മാറിയിട്ടിരിക്കുകയാണ്. ChatGPT എന്ന പേരിലാണ് എന്ന് മാത്രം. അത്രയും വലിയൊരു ആപ്ലിക്കേഷനാണ് ChatGPT ഇപ്പോൾ ടെക്നിക്കൽ ഫീൽഡിൽ ഒരു വലിയ റെവല്യൂഷൻ അഥവാ വിപ്ലവം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ChatGPTയിൽ നമ്മൾക്ക് എങ്ങനെയാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നെല്ലാം നോക്കാം. ഇപ്പോൾ നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അറിയണം. എക്സാമ്പിൾ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഇതിൽ നിന്നെല്ലാം നമ്മൾ വായിച്ച് അവസാനമായിരിക്കും നമുക്കൊരു ഫൈനൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് ChatGPTയിൽ വന്നുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മികച്ച, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു മികച്ച ആൻസർ ChatGPTയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അതായത് നമുക്ക് 2021 വരെയുള്ള വിവരങ്ങൾ ChatGPTയിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്.
ഫോർ എക്സാമ്പിൾ നമുക്കൊരു ബിരിയാണി മേക്കിംഗ്, ഇപ്പോൾ ഒരു തലശ്ശേരി ബിരിയാണി, ഹൗ ടു മേക്ക് തലശ്ശേരി ബിരിയാണി, ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എങ്ങനെ ഒരു തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ളത് വരുമായിരിക്കും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ്, ഇതിന് കൂടുതൽ രുചികരം എങ്ങനെയാക്കാം എന്നൊക്കെയുള്ള കൂടുതൽ ഫോളോ അപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് ലഭിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗൂഗിളിലേക്ക് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ളൊരു ആൻസർ നമുക്ക് ലഭിക്കുന്നില്ല. പല ആർട്ടിക്കിൾസും പല ആൻസേഴ്സും നമുക്ക് ലഭിക്കും, അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. പക്ഷേ നേരെ മറിച്ച് ഇതിനകത്ത് വരുമ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ടുള്ളൊരു റെഡിമെയ്ഡ് ആയിട്ടുള്ളൊരു ആൻസർ ആയിരിക്കും ലഭിക്കുന്നത്. അതായത് നമ്മളൊരു സുഹൃത്തിനോട് അല്ലെങ്കിൽ ഒരാളോട് നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം ചോദിച്ചാൽ അയാൾ അങ്ങനെ ആൻസർ പറയുന്നു, അതുപോലെ തന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ആൻസേഴ്സ് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് റെഡിമെയ്ഡ് ആൻസേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ബിരിയാണിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ടെക്നിക്കൽപരമായിട്ടുള്ളൊരു ജോബിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ChatGPT, ഹൗ ടു ഗിവ് എ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഫോർ എ ടെക്നിക്കൽ ജോബ്. സോ ഇങ്ങനെ ഗൂഗിളിനകത്താണ് സെർച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പല സജഷൻസും ഗൂഗിൾ പറയും. എന്തൊക്കെ പറയാൻ പാടില്ല, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗൂഗിൾ തരും. എന്നാൽ നേരെ വെച്ചത് ChatGPT-യിൽ വന്നിട്ടാണ് ഇത് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ള ആൻസേഴ്സ് മാത്രമേ ChatGPT-യിൽ നിന്ന് ലഭിക്കും. അത്രയും റെഡിമെയ്ഡ് ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫൈനൽ റിസൾട്ട് വളരെ വേഗത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ വളരെയധികം ഒരു വലിയ അനന്തമായിട്ടുള്ള സാധ്യത തന്നെയാണ് ഇവിടെ ChatGPT തുറന്നുകൊണ്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം 1 മില്യൺ പ്ലസ് യൂസേഴ്സാണ് ഇതിനകത്ത് ജസ്റ്റ് 5 ഡേയ്സിനുള്ളിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഒരു ഫ്രീ സോഴ്സ് ആണ് എങ്കിലും ഭാവിയിൽ ഇതൊരു പെയ്ഡ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ മോഡലിലോട്ടാക്കി വരും എന്നുള്ള റൂമറും കാര്യങ്ങളൊക്കെ കേട്ട് വരുന്നുണ്ട്. സോ ChatGPT ഡെവലപ്പ് ചെയ്തത് ആരാണ്, എവിടെയാണെന്നുള്ളതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2015 ആണ് ഓപ്പൺ AI എന്ന പേരിലാണ് ഒരു കമ്പനി അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ CEO ആൻഡ് ഫൗണ്ടർ സാം എന്ന് പറയുന്ന ആളാണ്. നെയിമിൽ തന്നെ AI എന്നുള്ളൊരു പ്രയോഗമുണ്ട്. ഓപ്പൺ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി. AI-യെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുമായിരിക്കും എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. അറിയാത്തവരായിട്ട് വളരെ കുറവായിരിക്കും. ഇനി അറിയാത്തവർക്കൊക്കെ നമ്മൾ ഒരു പുതിയൊരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. AI-യിൽ തന്നെ ജനറേറ്റീവ് AI എന്നൊരു ഭാഗത്താണ് ഇവർ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ശ്രദ്ധ പുലർത്തുന്നത്. അതായത് മറ്റുള്ളവയിൽ നിന്നും പഠിച്ച് അനലൈസ് ചെയ്ത കാര്യങ്ങളിൽ നിന്നും പുതിയ കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യുക എന്നതാണ് ജനറേറ്റീവ് AI എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഓപ്പൺ AIയുടെ ChatGPT എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. അതിനൊരു എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ആളുകളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മളൊരു സുഹൃത്തിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും. സോ ആ പഠിച്ച കാര്യത്തിൽ നിന്ന് അവന് കൃത്യമായിട്ടുള്ള ആൻസർ പറയുന്നത് പോലെ തന്നെയാണ് അവിടെ ChatGPT-യും ചെയ്യുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഒരു കൃത്യമായിട്ടുള്ള ആൻസറാണ് ChatGPT നൽകുന്നത്, അതും വളരെ വേഗത്തിൽ. സോ ബില്യൺസ് ഓഫ് വാക്കുകളാണ് ഈ സിസ്റ്റത്തിന് പഠിപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് ഇതിനകത്ത് വരുന്ന വാർത്തകൾ. അതായത് ChatGPT-യെ പോലെ തന്നെ ഇതുപോലെ കൃത്യമായിട്ട് ആൻസർ തരുന്ന പല ആപ്ലിക്കേഷൻസും മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഒരു കൃത്യമായിട്ടുള്ള നിലനിൽപ്പുണ്ടായിട്ടില്ല. കാരണം വ്യക്തമായ ആൻസേഴ്സ് ലഭിക്കാൻ തെറ്റായിട്ടുള്ള ആൻസേഴ്സൊക്കെ ലഭിച്ചതുകൊണ്ട് ഒന്നും വർക്കൗട്ട് ആവാതെ ChatGPT ഇത്രയും നിലനിൽക്കാൻ തന്നെ കാരണം അത്തരത്തിലുള്ള ഒരു വലിയ ഇൻഫോർമാറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതുകൊണ്ട് കൃത്യമായിട്ടുള്ള ആൻസർ തരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇത്തരത്തിൽ ഒരു മികച്ച ഒരു സാങ്കേതിക വിപ്ലവം തന്നെ തീർത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഏതൊരു കാര്യത്തിനും പോസിറ്റീവും നെഗറ്റീവ്സും ഒക്കെ ഉള്ളതുപോലെ തന്നെ ഇതിനകത്തും ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ പോസിറ്റീവ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. പോസിറ്റീവ് പറയുമ്പോൾ തന്നെ ധാരാളം പോസിറ്റീവ്സുകളുണ്ട്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പോസിറ്റീവുകൾക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഫ്യൂച്ചറിൽ ഒരു വലിയ ടെക്നോളജിയാണെന്ന് ഏറെക്കുറെ എല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞു. അതായത് ഒരു മനുഷ്യനോട് ചോദിക്കുന്ന പോലെ തന്നെ ഒരു കൃത്യമായിട്ടുള്ളൊരു ആൻസറും കൃത്യമായിട്ടുള്ളൊരു ഫൈനൽ റിസൾട്ടും നമുക്ക് തരുന്നത് കൊണ്ട് ഇതൊരു മികച്ച ഫ്യൂച്ചർ ടെക്നോളജിയാണെന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചു കഴിഞ്ഞു. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ എറേഴ്സ് കണ്ടുപിടിച്ച് പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റുന്നു.
അതുപോലെ തന്നെ നമ്മളൊരു ലാംഗ്വേജിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ, അതായത് ഇംഗ്ലീഷ് കൊടുത്ത് മലയാളത്തിലോട്ടാക്കി തരാൻ പറഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്ലേറ്റ് ആക്കി തരുന്നു. അതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് ഭാഷയാണെന്ന് വരെ പറയുന്നു. അതുപോലെ ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ചുരുക്കി തരുന്നു. അതായത് ഇപ്പോൾ മൂവീസ്, ബുക്സ് കാര്യങ്ങളിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സമ്മറി പറയുന്നു, കോഡിങ് തരുന്നു. നമ്മളൊരു കോഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എറർ കണ്ടുപിടിച്ച് അത് പരിഹരിച്ചു തരുന്നു. അതുപോലെ കസ്റ്റമർ സർവീസിലൊക്കെ നമുക്കിപ്പോൾ പല കസ്റ്റമർ സർവീസിൽ നമ്മൾ വാട്സപ്പിലും മറ്റും ചാറ്റ് ചെയ്യുമ്പോൾ ഒരു ചാറ്റ് ബോട്ടൊക്കെ കാണാം. പക്ഷേ ഈ ചാറ്റ് ബോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്തിട്ടുണ്ടാകും. ആ ക്വസ്റ്റ്യൻസിന് മാത്രമേ അവർക്ക് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി ഇതിനകത്തൊക്കെ എല്ലാ കസ്റ്റമർ സർവീസിലൊക്കെ ഈ ചാറ്റ് ബോട്ട് മാറ്റിയിട്ട് വീണ്ടും ഒരു ഈ ചാറ്റ് GPT ഒക്കെ റീപ്ലേസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് റൂമർസൊക്കെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ ഫ്യൂച്ചറിലോട്ടുള്ളതാണ്. നിലവിൽ ഇതെല്ലാം ഇപ്പോൾ ഫ്രീ ആയിട്ട് ലഭിച്ചുകൊണ്ടിരിക്കണം. മാക്സിമം എല്ലാവരും ഇത് യൂസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻ്റർനെറ്റിൽ നിന്ന് നമുക്ക് വിവരം എടുത്തു തരാം. അതായത് ഇപ്പോൾ ഗൂഗിളിലൊക്കെ നമ്മളൊരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറൻറ്റായിട്ടുള്ള നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഡേറ്റ് അല്ലെങ്കിൽ സമയം, ഇപ്പോഴത്തെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ സോ ഇത് ഇൻ്റർനെറ്റിൽ നിന്നൊരു മികച്ച റിസൾട്ട് തരുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റിവിറ്റി എന്ന് പറയാം. കാരണം കറൻറ്റായിട്ടുള്ള ഇപ്പോഴത്തെ സമയം എത്രയാണ്, ഡേറ്റ് എത്രയാണ്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആരാണ് തുടങ്ങിയിട്ടുള്ള വിവരങ്ങളൊന്നും ഇതിനകത്തുനിന്ന് ലഭ്യമാകുന്നില്ല. 2021 വരെയുള്ള വിവരങ്ങളെല്ലാം ഇതിനകത്ത് സുലഭമാണ് എന്നാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവകാശപ്പെടുന്നത്. സോ അതിനുശേഷമുള്ള വിവരങ്ങളൊന്നും ഇതിനകത്ത് അടങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയായിരിക്കാം ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു നെഗറ്റീവ് ഭാഗം എന്ന് പറയും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മറ്റുള്ളൊരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഷോർട്ട് സ്റ്റോറിക്കാണെങ്കിലും ഇപ്പോൾ നമുക്കൊരു ഷോർട്ട് ഫിലിം മേക്കിങ്ങിനാണെങ്കിലൊക്കെ ഇതിനകത്ത് നിന്ന് കണ്ടൻറ്റ് കിട്ടും. അല്ലെങ്കിൽ ബുക്സിൻ്റെ അതുപോലെ തന്നെ ഉള്ള മറ്റു കാര്യങ്ങളുടെയൊക്കെ സമ്മറിയും കാര്യങ്ങളൊക്കെ ലഭിക്കും. അതുപോലെ തന്നെ ഇതിനൊരു വലിയൊരു മിസ്യൂസ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അസൈൻമെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ ഇതിനകത്ത് അസൈൻമെൻറ്റ് കാര്യങ്ങളുടെയും മറ്റും സബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു അസൈൻമെൻറ്റ് എഴുതുന്നത് പോലെ തന്നെ ചാറ്റ് GPT എഴുതി തരുന്നു എന്നുള്ളതാണ്. സ്റ്റുഡൻസ് പലരും മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഫ്യൂച്ചറിൽ പലവർക്കും ഒരു വലിയ സന്തോഷം തരുന്ന കാര്യം കൂടിയാണ്. അതുപോലെ ഓൺലൈൻ എക്സാം മറ്റും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നേരെ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് തന്നെ ചാറ്റ് GPT കൊടുക്കുന്നു. മാത്രമല്ല ആ ആൻസേഴ്സ് എങ്ങനെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ എങ്ങനെ ആൻസർ കിട്ടി എന്നുള്ള അതിൻ്റെ വഴി വരെ പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവ്സൊക്കെ വരുന്നത്. ഇതിനേക്കാളുണ്ട്, കൂടുതൽ സമയമൊന്നുമില്ല. സോ ഇതിനകത്ത് നമ്മൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ളൊരു കാര്യമാണ്. സോ ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ള പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ മറ്റൊരു നെഗറ്റീവ് കൂടിയുണ്ട്. അതായത് ഈ ചാറ്റ് GPT വരുന്നതോടുകൂടി പലരുടെയും ജോലി വരെ നഷ്ടപ്പെടാം എന്നുള്ളതൊക്കെയാണ്. സോ കാരണം കണ്ടൻറ്റ് റൈറ്റിംഗ് ആയാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയാലും ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. സോ അതിലോട്ടൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. സോ അതിന് അവസാനമായിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു കാര്യം നോക്കാം. ഇതിനകത്ത് നിന്ന് നമുക്കൊരു വിഷയം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബ്ലോഗ് നമുക്ക് ലഭിക്കും. ഇപ്പോൾ ആ ബ്ലോഗ് കിട്ടിക്കഴിഞ്ഞാൽ ആ വിഷയം കൊടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഒരു ബ്ലോഗ് കിട്ടാം. ആ ബ്ലോഗ് നമുക്ക് നമ്മുടെ ബ്ലോഗ് വെബ്സൈറ്റുകളിലൊക്കെ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഒരു റവന്യൂ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ബട്ട് ബ്ലോഗ് സ്പോട്ടിലും മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് കോപ്പിറൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എമൗണ്ട് ലഭിക്കുന്നതല്ല. ബട്ട് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ബ്ലോഗ്സും മറ്റു കാര്യങ്ങളൊക്കെ നോ കോപ്പിറൈറ്റുള്ള കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു മനുഷ്യൻ പുതിയതായിട്ട് നിർമ്മിക്കുന്നത് പോലെയാണ് ഇതിനകത്ത് നിന്ന് വരുന്ന ബ്ലോഗും കാര്യങ്ങളൊക്കെ. സോ അതിനൊന്നൊരു വിഷയമുള്ള സോ ബ്ലോഗ് നമുക്ക് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു റവന്യൂ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കണ്ടന്റ് റൈറ്റിംഗ് ഒരു വിഷയത്തും കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ കോഡിങ്, വെബ് ഡിസൈനിങ്. കാരണം ഇപ്പോൾ ഒരു വെബ് ഡിസൈനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്ത് എങ്ങനെ കോഡ് ചെയ്യണമെന്ന് ഇതിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു കോഡ് തരുന്നു. അത് നമ്മൾ കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് നമുക്ക് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നിർമ്മിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനെ ചുരുക്കി കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൻ്റെ ഒരു ഫ്രീ വേർഷൻസ് അഥവാ അതിൻ്റെ ഒരു എന്താ
എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ട്രൈ വേർഷൻ എന്നൊക്കെ പറയാം. അതാണ് ഇപ്പോൾ ChatGPT നടന്നുകൊണ്ടിരിക്കുന്നത്. സോ കൂടുതൽ ഒരുപാട് ആളുകളൊക്കെ വരുന്നതുകൊണ്ട് സൈറ്റ് പല സമയങ്ങളിലും ബഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ എന്തായാലും ഫ്യൂച്ചറിലൊരു വലിയ വിപ്ലവം തന്നെ ഇത് മാറ്റിമറിക്കും എന്ന് തന്നെ പറയാം. സോ എന്തായാലും നമുക്ക് കണ്ടറിഞ്ഞ് കാണാം.